നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനാണ്. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ റിലീസായി 29 ദിവസങ്ങൾ പൂർത്തിയാക്കിയ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം മലയാളത്തിലെ ഒരു മൈൽ സ്റ്റോൺ ചിത്രമായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ വലിയ രീതിയിലാണ് റിപ്പീറ്റ് വാച്ചേഴ്സ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുന്നേ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബാണ് എന്നെപ്പോലെ വളരെ സാധാരണക്കാരനായ മനുഷ്യന് മുന്നോട്ട് പോകാൻ ഊർജമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 29 ദിവസം കൊണ്ട് ഇതുവരെ 108 കോടി സ്വന്തമാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ അടുത്ത ആഴ്ചയോട് കൂടി തുടരും എന്ന ചിത്രത്തിന്റെ 118 കോടി എന്ന റെക്കോർഡ് ലോക എന്ന ചിത്രം മറികടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം പൂജ അവധി അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തീർച്ചയായും ലോക എന്ന ചിത്രത്തിന്റെ കളക്ഷൻ കൂട്ടാൻ വലിയ രീതിയിൽ സഹായകരമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ, അതായത് കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് 56 കോടി 45 ലക്ഷം രൂപയാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ്. മാത്രമല്ല വലിയ റെക്കോർഡുമാണ്. കാരണം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഇത്തരത്തിലൊരു മലയാള സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസിൽ ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടായിരിക്കാം ഇത്ര വലിയൊരു കളക്ഷൻ മലയാള സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. അങ്ങനെ മൊത്തം ഇന്ത്യയിലെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രമായി 164 കോടി 41 ലക്ഷം എന്ന വലിയൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു റെക്കോർഡാണ്. ഇനി നമുക്ക് ഓവർസീസ് കളക്ഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രം നേടിയത് 72 കോടി 59 ലക്ഷം രൂപയാണ്. നമുക്കറിയാം മലയാളികളുടെ വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. അവിടുന്ന് ഇത്ര വലിയൊരു തുക ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിന്റെ 30 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഈ ചിത്രത്തിന്റെ വിജയത്തിന്റെ മാറ്റ് ഒന്നുകൂടി കൂടുകയാണ്. അമേരിക്കയിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതുവരെ നേടിയത് ഏതാണ്ട് 19 കോടി രൂപയാണ്. UK അയർലൻഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതുവരെ നേടിയത് 12 കോടി 41 ലക്ഷം രൂപയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഇതുവരെ 5.5 കോടി രൂപയും ന്യൂസിലാൻഡിൽ നിന്ന് 89 ലക്ഷം രൂപയും ഏഷ്യൻ ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് 6 കോടി 39 ലക്ഷം രൂപയും അങ്ങനെ ടോട്ടൽ ഓവർസീസ് കളക്ഷനായി 116 കോടി 71 ലക്ഷം രൂപയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം 29 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നത്. ഓൾ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 281 കോടി 12 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കേവലം 29 ദിവസങ്ങൾ കൊണ്ട് മാത്രം നേടിയെടുത്തത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കച്ചവട സിനിമയായി ലോക ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ലോകയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ലോക എന്ന ചിത്രം നിലവിൽ തകർക്കാൻ ബാക്കിയുള്ളത് തുടരും എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രമാണ്. ആ കളക്ഷൻ കൂടി ലോക എന്ന ചിത്രം മറികടക്കാൻ സാധിച്ചാൽ മലയാള സിനിമയിലെ എല്ലാ വിധത്തിലുള്ള റെക്കോർഡും ലോക എന്ന ചിത്രത്തിന് മാത്രമായി സ്വന്തമാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ലോക പുതിയ ചരിത്രം എഴുതുമോ? വേൾഡ് വൈഡ് ആയിട്ട് 300 കോടി കളക്ഷൻ എന്ന മൈൽ സ്റ്റോൺ ലോക സിമ്പിളായി കീഴടക്കുമോ? എന്തായാലും ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി വിനീതമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.